ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പിന്നെ കുറച്ച് കൊട്ടപ്പാക്കുണ്ട്, അതും കൊണ്ട് ഒന്ന് കോന്നി വരെ പോവുക. ചൈനാമുക്കെന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ കൊട്ടപ്പാക്ക് കൊടുക്കുന്ന സ്ഥലം. ഇന്ന് ബുധനാഴ്ച, ഇന്ന് കൊട്ടപ്പാക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. ഇന്ന് അവിടെ എടുക്കുന്ന ദിവസം അവിടുത്തെ ചന്ത ദിവസം ലൈറ്റ് ഓഫാക്കി ഞാൻ അപ്പം അങ്ങോട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. എന്നാൽ ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്നാണ്ട്. അച്ചാച്ചൻ ഇരുന്ന പുട്ട് തിന്നുന്നുണ്ട്. തിന്ന് കഴിഞ്ഞിട്ട് താണ്ടിരിക്കുന്നു. അച്ചാച്ചൻ പാക്ക് താണ്ടിരിക്കുന്നു കൊണ്ടുപോകാനുള്ളത്. അപ്പം ഞാനിന്നാ ഒന്ന് പോയിട്ട് വരട്ടെ. അച്ചാച്ചനിരുന്ന് നോക്കും ആരാ എന്തുവാ ഏതാന്നുള്ളത്. അച്ചാച്ചൻ്റെ നോട്ടം ആരാന്നൊന്നും അച്ചാച്ചൻ കാണുന്നില്ല. അപ്പം ഞാനിന്നാ ഒന്ന് അതൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം. ലൈറ്റ് ഓഫാക്കിയായിരുന്നു, ലൈറ്റ് ഇട്ടു. ഞാൻ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ താണ്ട് കൊട്ടപ്പാക്ക് വിൽക്കുന്ന കടയിൽ വന്നിട്ടുണ്ട്. കണ്ട കൊട്ടപ്പാക്ക്, പിന്നെ ജാതിപത്രി, ജാതിക്ക, കുരുമുളക്, പറങ്ങാണ്ടി, എല്ലാ സാധനങ്ങളും ഇവിടെ എടുക്കും. പേരെന്ന് പറയുമോ? രാജു എന്നാച്ചൻ്റെ പേര്. ഏതാണ്ട് പൈസയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നമുക്ക് 7 കിലോയോളം ഉണ്ടായിരുന്നു കൊട്ടപ്പാക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും അജുമോനും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ അന്നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ത്രാശൊക്കെ ഇരിക്കുന്നത് കണ്ടോ. നമ്മളിങ്ങോട്ട് വരുമ്പം ഇത് ചൈനാമുക്കിന് ഇറങ്ങിയിട്ട് നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോൾ ആദ്യം കാണുന്ന കടയാണ്. ഇടത്ത് വശത്ത് തന്നെ കാണുന്ന കട അതാ നമ്മുടെ രാജേൻ്റെ കട. കണ്ടല്ലോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ജാതിപത്രിക്ക് എങ്ങനെയാ ചെവയല്ല? 1000 രൂപ കിലോയ്ക്ക് 1000 രൂപ. കുരുമുളക് കിലോയ്ക്ക് 600 രൂപ. പാക്കിന് 310 ഇല്ല വെച്ചാൽ? കൊട്ടപ്പാക്കിന് 310. പറങ്ങാണ്ടിക്ക് എന്തോ വെച്ചാൽ വില? ഇല്ല, ഇപ്പോൾ ഇല്ല. പറങ്ങാണ്ടിയുടെ സീസൺ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ്. എന്തോ ഇവരോട് പറയാനുള്ളത്? എല്ലാവരും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇല്ലയോ? അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു. ഞാനിനി വീട്ടിലോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജിച്ചേനെ കണ്ടല്ലോ. എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് പോരുക. ചൈനാമുക്കിന് വന്നിട്ട് ഇടത്തോട്ട് തിരിയുന്ന ആദ്യത്തെ കട. ബുധനാഴ്ച ശനിയാഴ്ചയാണ് ഇവിടെ പാക്കും ഇതൊക്കെ ഉള്ളത്. എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ ഇല്ല, ബുധനും ശനിയും മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എവിടെ കൊണ്ട് കൊടുക്കണമെന്ന് അറിയാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ പ്രായമുള്ള അച്ഛന്മാരൊക്കെ എല്ലാവരും നേരത്തെ കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും എവിടെ കൊടുക്കണമെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ എവിടെ കൊടുക്കേണ്ടതെന്ന് പത്തനാപുരത്താണോ അതോ ഇനി കോന്നി വേറെ എവിടെയെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നേച്ചാൽ മതി. നമ്മൾ വണ്ടിയെ വന്ന് ഇറങ്ങുമ്പോൾ പലരും ഓടി വരും, ഇങ്ങതാണെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും നോക്കാതെ നേരെ ഇങ്ങ് പോരുക. താങ്ക് യു. അല്ലാണ്ട് വേറെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം അല്ലാണ്ട് കുറേ കൊട്ടപ്പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ്ട് കണ്ടോ, കൊണ്ടുവന്ന് തൂക്കിക്കഴിഞ്ഞു. ഉണ്ട്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരാളും കൂടെ വന്നു. ഇനി ഇങ്ങനെ വന്ന് എത്ര മണി വരെ ഉണ്ട് ചെയ്ത്? 12 മണി വരെ ഇവിടെ ഉള്ളത്. രാവിലെ എത്ര മണിയാകുമ്പോൾ തുടങ്ങും? 8 മണി മുതൽ 12 മണി വരെ ഇവിടെ ഉണ്ട്. അപ്പം ഉണ്ട് പുള്ളിക്കാർ വന്നു. പക്ഷേ പാക്ക് കൊണ്ടുവന്ന് കൊടുത്ത ആടെ മുഖം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ട്. മുഖം ഒന്ന് കാണിക്കാവോ? യൂട്യൂബിലിടാനാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ അത് കൊണ്ടുവന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തായിരുന്നു, അന്നേരമായിരുന്നു ഇതും കൂടെ കൊണ്ടുവന്നത്. താങ്ക് യു. എല്ലാവരും നമ്മുടെ പത്തനംതിട്ടയിലുള്ളവരൊക്കെ എവിടെയൊക്കെ ഇനിയും പാക്ക് കൊടുക്കേണ്ടതെന്ന് ഒക്കെ അറിയത്തില്ലെങ്കിൽ അപ്പം ഇവിടെ വന്നിട്ട് വേണം എല്ലാവരും ഇനിയും അറിയാത്തവരെല്ലാം ഇങ്ങോട്ട് പോരുക. ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സാധനങ്ങളെല്ലാം കൊടുക്കണമേ. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരണം. ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. നല്ല വിലയും തരും. നല്ലതാണ് ഇവിടെ. നമുക്ക് ബസ്സിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ എങ്ങോട്ട് പോകണ്ട. ഇറങ്ങി ഇങ്ങോട്ട് കയറിയേച്ചാൽ മതി. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഞാനിങ്ങെത്തി. അച്ചാച്ചൻ എൻ്റെ പുറവശത്ത് നിൽക്കുന്നു കേട്ടോ. ഞാനിവിടെ വന്നു. പാക്കെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു, കൊട്ടപ്പാക്ക്. എന്നിട്ട് ഞാൻ പെരയിലോട്ട് വന്ന് കയറുക. മുറ്റത്ത് നല്ല വെയിൽ. ആവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവി. ഭയങ്കര ഇതായിട്ടല്ല, വെയിലുണ്ട്. വെയിലിന് നല്ല ചൂടുമുണ്ട്, ഭയങ്കര ആവിയുണ്ട്. ഞാനിങ്ങ് വന്നു. ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട്
വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കാണണ്ടായോ. 2000 ചില്ലുവാനം രൂപ പോയ വഴി ഒന്നും അറിയത്തില്ല. പോയ വഴി പോലും അറിയത്തില്ല. 2000 രൂപ 2000 ചില്ലുവാനം രൂപ തീർന്നു. ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 500 രൂപയും എടുത്തുകൊണ്ടായിരുന്നു പോയത്. 2100 രൂപ എങ്ങാണ്ട് പിന്നെ തീർന്നിട്ടുണ്ട്. അതിന് വണ്ടിക്കൂലി 2100 രൂപയും വണ്ടിക്കൂലിയും തീർന്നു. ഞാനൊന്നും മേടിച്ചില്ല. അജു ഈ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പം ഞാനും ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. പച്ചമുളക് 100 ഗ്രാമിന് 20 രൂപ. ഞാനത് അത്രേ മേടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ പച്ചക്കറി മേടിപ്പെല്ലാം വളരെ അജുവായിട്ട് കുറച്ച് വെച്ചേക്കുമോ. അതുകൊണ്ട് ഞാനും ഓർത്ത് വേണ്ട, മേടിക്കുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മേടിച്ചില്ല. പിന്നെ ഞാൻ കുറച്ച് പിന്നെ ഇഞ്ചി മേടിച്ചിട്ടുണ്ട്. 1/4 കിലോ ഇഞ്ചിക്ക് പിന്നെ 40 രൂപ എന്ന് പറഞ്ഞു. ഞാനൊരു 1/2 കിലോ ഇഞ്ചി മേടിച്ചു. പിന്നെ ഇഞ്ചി സാധാരണ ഈ ഇളയിഞ്ചി എന്ന് പറയുന്ന ഇഞ്ചിയായി കിട്ടിയേക്കുന്നത്. ഈ വണ്ടിക്കാർ കൊണ്ടുവരുന്നതാണ് മേടിച്ചത്. കടയിൽ എത്രയാണെന്ന് വിലയൊന്നും ഞാൻ തിരക്കിയില്ല കേട്ടോ. ഈ സൈസാണ് മേടിച്ചത്. എന്തായാലും ഇവിടെ എപ്പോഴും ഇഞ്ചി ആവശ്യമുണ്ട്. എല്ലാത്തിനും നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇഞ്ചി ഞാനിങ്ങനെ മേടിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ 1 കിലോ പിന്നെ സവാളയും ഒരു സവാളയല്ല പിന്നെ കിഴങ്ങ് മേടിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്. അത് അജ്മോന് വലിയ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ നമുക്ക് കറിക്കും പിന്നെ അതുപോലെ പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വല്ല ബാജി പോലെ അല്ല കിഴങ്ങ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ അത് മേടിച്ചു. പിന്നെ ഒരു 5 കിലോ സവാള മേടിച്ചു. സവാളയ്ക്ക് ഇവിടെ നല്ല ചിലവാണ്. പിന്നെ വേറെ ഒന്നുമില്ലെങ്കിലും എനിക്ക് സവാള, ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ ഇത് പച്ചമുളകും എനിക്ക് വേണം. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. 1/2 കിലോ വെളുത്തുള്ളി മേടിച്ചു. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു വെളുത്തുള്ളി. ഇത് പിന്നെ പഞ്ചസാര മേടിച്ചിട്ടുണ്ട്. 1/2 കിലോ വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര മേടിച്ചിട്ടുണ്ട്. അവലൊരു പാക്കറ്റ് മേടിച്ചു. പിന്നെ അജ്മോനാണെങ്കിൽ പിന്നെ ജീരകം മേടിക്കാൻ പറഞ്ഞാൽ ഇതുപോലെ ഒരു കുഞ്ഞു കവറിൽ 50 ഗ്രാം മാത്രമേ മേടിച്ചുകൊണ്ട് വരത്തുള്ളൂ. എനിക്കാണെങ്കിൽ ജീരകം എല്ലാത്തിനകത്തും ഞാൻ എന്തോ നമ്മൾ കഴിക്കാനുണ്ടാക്കുന്ന പല സാധനത്തിലും എൻ്റെ എല്ലാ വിഭവങ്ങളിലും കൂടുതലും ഞാൻ ജീരകമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം പിന്നെ ജീരകം ഞാനൊരു പിന്നെ 250 ഗ്രാം മേടിച്ചു. നേരത്തെ നമുക്ക് തൂക്കിയായിരുന്നു കിട്ടുന്നത്. പണ്ടൊക്കെ തൂക്കി മേടിക്കുമായിരുന്നു. ഇപ്പം പലചരക്ക് തൂക്കിയല്ല തരുന്നതെന്ന് പറഞ്ഞ് ഞാൻ കവറിനകത്തുള്ളതാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ എവരിഡേയുടെ പാക്കറ്റാണ് മേടിക്കുന്നത്. പാല് മേടിച്ചുകൊണ്ടിരുന്ന് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഒരു ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ എന്നും കടുങ്കാപ്പിയാണ് ഇടുന്നത്. അത് എനിക്കൊരു അസ്വസ്ഥതയുണ്ട്. അത് കുടിച്ചു എന്നും ആ കടുങ്കാപ്പിയായിട്ട് അതിലൊരു ചായ കുടിക്കാത്തതിൻ്റെ ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ ഒരു പാൽപ്പൊടി മേടിച്ചു. പിന്നെ ഉലുവ പാക്കറ്റ് 2 പാക്കറ്റ്. നമ്മൾ നീർദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ദോശയും ഇഡ്ഡലിയും എല്ലാം ഉണ്ടാക്കുമ്പോഴും അതിലൊക്കെ നമുക്ക് ഇച്ചിരി ഉലുവ ഇടണ്ടായോ. ഉലുവ ഒരു കൊച്ചു പാക്കറ്റ് അജ്മോൻ ഇവിടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേച്ചി വന്നപ്പോൾ അവളെടുത്തെല്ലാം അങ്ങ് പൊടിച്ചായിരുന്നു. അപ്പം പിന്നെ എന്നിട്ട് ഞാനൊരു ഇവിടെ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ആട്ടിക്കൊണ്ട് വന്ന വെളിച്ചെണ്ണ എല്ലാം തീരാറാവുക. അപ്പം പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുവന്നതോടുകൂടി ആട്ടിക്കൊണ്ട് വന്നതോടുകൂടി പിന്നെ പാം ഓയിൽ മേടിക്കാതായി. ഞാൻ എന്നും പറയുന്നുണ്ട്. പക്ഷേ വേറെ എല്ലാം മേടിക്കുമ്പം ചിലപ്പം അജ്മോൻ്റെ പൈസ കാണത്തില്ലായിരിക്കും. ഞാനപ്പോൾ ഒരു പാക്കറ്റ് പിന്നെ പാം ഓയിലും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര മേടിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു പാക്കറ്റ് അട മേടിച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് സോപ്പ് മേടിച്ചിട്ടുണ്ട്. ബാർ സോപ്പ്. ഒരു കായം മേടിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി മേടിച്ചിട്ടുണ്ട്. ഒരു ശകലം ഇവിടെ ഉണ്ട്, എന്നാലും ഒരു ഇച്ചിരി മേടിച്ചിട്ടുണ്ട്. കടുകിൻ്റെ പാക്കറ്റ് ഒരു പാക്കറ്റായിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇതിലും ചെറുതെങ്ങാണ്ട് 50 ഗ്രാമിൻ്റെയാണോ അങ്ങാണ്ടാന്ന് തോന്നുന്നു ഇവിടെ കൊണ്ടുവരുന്നത്. അത് 2 പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്ക് തീരുമ്പോൾ മേടിക്കാമെന്നൊക്കെ എന്നോട് പറയും. ഞാൻ പക്ഷേ അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളൊരു 5 കിലോ പിന്നെ ഇതും കൂടെ മേടിച്ചിട്ടുണ്ട്. 5 കിലോ സവാള മേടിച്ചതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. എല്ലാം പിന്നെ കഴുകി പറക്കി തേച്ച് മഴക്കെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു പോയത്. പിന്നെ ഞാനൊരു പിന്നെ കറികളൊന്നും ഉണ്ടാക്കിയില്ല. ചോറും വെച്ചു, ചമ്മന്തി അരച്ച്, മുട്ടയും പൊരിച്ചു, ഒരു ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഇനിയിപ്പം വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ അജ്മോനും അച്ചാച്ചനും ഇത്രയും കഷ്ടപ്പെട്ട് പാക്കെല്ലാം പൊളിച്ച് വെക്കുമ്പോൾ നമ്മളെന്നും ഇതുപോലെ കൊട്ടപ്പാക്ക് കൊണ്ടുപോയാലും പണ്ട് മുതലേ ഇവിടെ മേടിക്കുന്നതാണ്. ഇച്ചിരി ഇറച്ചി അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്.
പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ. ഇത്രയും സാധനങ്ങളെല്ലാം ഇവിടെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ അജു വരുമ്പോൾ ഇത്രയൊക്കെ എന്തിനാണ് മേടിച്ചത് അമ്മച്ചിന്ന് ചോദിക്കും. സത്യവ പൈസ എല്ലാം തീർന്നു പോയി, ഇനി ഒറ്റ പൈസ പോലും കയ്യിലില്ല. പിന്നെ എടുത്തുകൊണ്ട് കയ്യിൽ ഇരുന്ന പൈസയും തീർന്നു, എല്ലാം തീർന്നു. ഈ പാക്കെല്ലാം ഇരുന്നു പൊളിച്ചു തന്നതെല്ലാം അച്ചാച്ചനായിരുന്നു. അച്ചാച്ചൻ്റേതല്ലേ ഇതെല്ലാം. ഞങ്ങളെന്തോ എടുത്താലും അച്ചാച്ചനാ നേരത്തെ കൊണ്ടുവന്ന് എല്ലാം വിൽക്കുന്നു. നമ്മുടെ ഈ പൈസ ഇനി കൊണ്ട് തരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ പിന്നെ ഞാനും അവനും പോയിട്ട് വരുമ്പോൾ നമ്മൾ അച്ചാച്ചൻ്റെ പൈസ കൊടുത്താലും അച്ചാച്ചൻ വേണ്ടാന്ന് പറയും. 500 രൂപ കൊണ്ടുവന്ന് അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അച്ചാച്ചൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, അഥവാ എങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാം. നമ്മൾ തന്നെ ആവശ്യം വരുമ്പോൾ നമുക്ക് തന്നെ അച്ചാച്ചൻ ഇങ്ങനെ എടുത്ത് തരികയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് അത്രയും കൊടുത്തു. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ വിശന്ന് എൻ്റെ ജീവൻ പോന്നു. പുട്ടൊക്കെ തിന്നുമായിരുന്നു രാവിലെ. സമയം എന്തുവായിരുന്നു നോക്കട്ടെ, മണി 1 മണി കഴിഞ്ഞു. എനിക്കങ്ങ് വിശക്കുന്നു. ഞാനെന്നാൽ ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെന്ന് വിചാരിക്കുവാണേ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇവിടെയൊക്കെ കാണാം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറമൊക്കെ ഇങ്ങനെ. ഇപ്പോൾ ഇത് കൊണ്ട് നിർത്തിയേക്കുന്നുണ്ട്. കുറച്ച് സ്ഥലം മാത്രം നല്ലതായിട്ട് കിടക്കും. ബാക്കിയുള്ളിടം എല്ലാം വേണ്ട ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നത്. ഇത് അജുമോൻ്റെ മുട്ട കൊണ്ടുവന്ന കവറും ആ മുട്ടയുടെ വില എഴുതുന്ന ഒരു സ്ലിപ്പും പിന്നെ ആ മുട്ട ട്രേയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതെല്ലാം. അങ്ങനെ ഓരോന്നും എല്ലാം അത്യാവശ്യത്തിന് എടുക്കാനുള്ള ചില സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിങ്ങനെ വെച്ചേക്കും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു.